ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സിപിഎം പിന്തുണ നേടിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളുടെ ചൂടാറും മുൻപാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമെന്നോണം സിപിഎം പിന്തുണയോടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചു. 8-നെതിരെ 12 വോട്ടുകൾക്കായിരുന്നു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം. സിപിഐയും പി.സി. ജോർജ് അനുകൂലിയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കേരള കോൺഗ്രസിന് നൽകാമെന്ന ധാരണ ലംഘിച്ച് കോൺഗ്രസ് മത്സരിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. കേരള കോൺഗ്രസിന് 2 അവകാശപ്പെട്ടാണ്. നമ്മുടെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അവകാശപ്പെട്ടു. ഇന്നത്തെ സംഭവത്തോടെ സിപിഎം കേരള കോൺഗ്രസ് ധാരണയെന്ന തങ്ങളുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. കെ.എം. മാണിയുടെ കപടമുഖം അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസിനെ തകർക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. പാർട്ടിക്കുള്ളിലെ ധാരണയ്ക്ക് വിരുദ്ധമായി വീണ്ടും സിപിഎം പിന്തുണ സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാക്കും. പ്രാദേശികമെന്ന് കെ.എം. മാണിയും സിപിഎം നേതൃത്വവും വിശേഷിപ്പിച്ച ബന്ധം തുടരുന്ന കാഴ്ചയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കാണാൻ കഴിഞ്ഞത്. ഈ സഹകരണം തുടർന്നാൽ ഇടതുമുന്നണിക്കുള്ളിലും കേരള കോൺഗ്രസിനുള്ളിലും ഭിന്നതയുണ്ടാകുമെന്ന് സംശയമില്ല. ക്യാമറമാൻ ടി.കെ. ജോമിനൊപ്പം കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.